ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ അലേനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഈ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലോവിൻ്റെ കറക്റ്റ് ഡേ ആയിട്ടന്ന്. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അല പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാനും കൂടി വരാം. അല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെയിറ്റൊക്കെ ചെയ്ത് അല വരികയും ചെയ്തു കേട്ടോ. സത്യത്തിൽ ഈ വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 10-12 ദിവസമൊക്കെ കഴിഞ്ഞിരുന്നില്ലേ. എന്തുകൊണ്ടാണ് ഡിലേ ആയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നതെന്ന്. ഇപ്പം ഐ മീൻ അലയില്ലാത്തത് കൊണ്ട് എന്താ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ പറയില്ല, അതുപോലെയാണ് നിലവിലിപ്പം. ഇടയ്ക്കിടയ്ക്ക് വന്ന ആന്ധ്രയുടെ ഈ എമർജൻസി ഹോസ്പിറ്റലൊക്കെ ഇല്ലേ, അതെന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ അലയെ വേണമെന്ന് തന്നെ ഇല്ല, എൻ്റെ കൂടെ ഫാമിലി ആരെങ്കിലും ഉണ്ടായാൽ മതി. ഫാമിലി പോലും എൻ്റെ കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കേസ്. ഞാൻ പണ്ട് മുതൽ എൻ്റെ ഫ്രണ്ട്സുകളെ ആരും ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ വിളിച്ചാൽ വരും, അതൊക്കെ വേറൊരു വശം. പക്ഷേ ഞാൻ പണ്ട് മുതലേ വിളിക്കാറില്ല. ഈവൻ എൻ്റെ സ്കൂപ്പിക്ക് വരെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ ആരെ അങ്ങനെ അത്ര ഇതാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വിളിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ വിളിക്കാതിരിക്കാൻ നോക്കും. ഞാൻ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അതാണ് മെയിൻ സത്യം. കാരണം അവർക്ക് അവരുടേതായ തിരക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ കൂടെ അവരുടെ ജോലിയും കളഞ്ഞ് അല്ലെങ്കിൽ അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരാളുമാണ് ഞാൻ. പൊതുവേ ഞാൻ വിളിക്കാണ്ട് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അവരെ ഇൻവൈറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഹോസ്പിറ്റലിലേക്ക്. അവരായിട്ട് അവരുടെ ഇഷ്ടത്തിന് വരുന്നതാണ്. ഓക്കെ, അങ്ങനെ വരുന്നത് വരട്ടെ. അല്ലാണ്ട് നമ്മൾ വിളിച്ചു വരുത്തണം എന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ട് ശരിക്കും. നമ്മൾ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളിൽ തിരക്കല്ലേ. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഉണ്ട് ശരിക്കും, ഇല്ലല്ലോ. തുടരുള്ള ആന്ധ്രയുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ആന്ധ്രയുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഭയങ്കര സ്മൂത്താണ് ആന്ധ്രേനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹാലോവിൻ പോയ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ടോപ്പിക്ക് വന്നത്. നോക്കി, എല്ലാ കടയിലും പിള്ളേർ കയറുന്നത് വേണ്ട, ഇഷ്ടമാണ്, എല്ലാ കടയിലും കയറുന്നുണ്ട്. ഇതൊരു നമ്മളിപ്പോൾ കണ്ട കട ഒരു ത്രമർസീനിക്കടയാണ്. അതായത് കിട്ടുന്നൊരു കടയായിരുന്നു. അവിടെ മിഠായി എല്ലാവരും കൊടുക്കുന്നത് ഇതാണ് കൊടുക്കുന്നത്. ത്രമർസീനിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അതെനിക്ക് ഇത്തിരി കൗതുകമായി തോന്നി. സാധാരണ എല്ലാ കടകളിലും എന്താ പറയുക മിഠായി അല്ലേ കൊടുക്കുന്നത്, അങ്ങനെ. അപ്പം ഹാലോവിൻ ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. നമ്മൾ ഹാലോവിൻ ഡേ കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു നമ്മൾ ഹാലോവിൻ പാർട്ടിക്ക് പോയത്. അപ്പം ഇത്രയുള്ള അടുത്ത വീഡിയോ